ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ആയില്ലൊരു വീഡിയോ ചെയ്യാൻ വന്നിട്ട്. ഇത് ഞാനും എൻ്റെ ഫ്രണ്ടും കസിനും കൂടി സ്റ്റുഡിയോയിലേക്ക് പോവാം. പാലക്കാട് ഒരു ഓഗസ്റ്റ് മന്തിൽ സ്റ്റുഡിയോയിൽ സെയിൽ തുടങ്ങുമല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് പോയി നോക്കാമെന്നൊക്കെ വെച്ചിട്ട് പോയതാണ്. ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തു ട്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും ഇഷ്ടമായില്ല, ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഇതെൻ്റെ ഫ്രണ്ട് ചെച്ചു, അഡ്വക്കേറ്റാണ് ആൾ. അവർ കാർ സീറ്റിൽ ഡ്രൈവർ സീറ്റിലോട്ട് ഇരിക്കണമല്ലോ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ അപ്പുറത്തെ കാർ നിർത്തിയതുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഡയറക്റ്റ് കയറാൻ പറ്റിയില്ല. അപ്പോൾ അതിസാഹസികമായി ഇവിടെ നിന്ന് സീറ്റിൽ നിന്ന് മറിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാൻ എന്നോട് പറയുന്നുണ്ട്, ഇതൊന്നും കാണിക്കല്ലേ, ഞാൻ നാണം കേടും ഇല്ല, ഇതൊക്കെ കാണിക്കണം, എന്തൊരു പ്രോ ഡ്രൈവറുടെ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കളിയെ കൊണ്ടിരിക്കും. അങ്ങനെ ആളവിടെ സീറ്റിലെത്തി. എന്നിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകാമെന്ന് വെച്ച് നോക്കി. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കാണിച്ചു കൊടുക്കുക, തെളിവ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ വണ്ടി നിർത്തിയതുകൊണ്ടാണ് അവർക്ക് ഡയറക്റ്റ് ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നു. ഞങ്ങളിതങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നമ്മുടെ എന്തൊക്കെയോ ഹോസ്റ്റലിൽ കാണിക്കുന്നുണ്ട്. ഒരു പാട്ടൊക്കെ പാടാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പാട്ട് പാടാനൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറേ ഡിസ്കസ് ചെയ്തു ഏത് പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു മൂന്നാൾക്ക് 3 ടേസ്റ്റ് ആയിരുന്നു. 3 പറഞ്ഞ് വേറെ പാട്ടായിരുന്നു. ലാസ്റ്റ് എനിക്ക് എൻ്റെ ഹൃദയത്തിലെ ഗ്രാമഫോണിൽ പാട്ട് പാടാൻ ഞങ്ങളത് പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ പാട്ടൊക്കെ പാടാൻ തുടങ്ങിയിട്ട് 3-4 കാര്യത്തിൽ ലിറിക്സ് ഒന്നും അറിയില്ലെങ്കിലും പക്ഷേ എനിക്ക് 3-4 ഫേവറേറ്റ് സോങ് ഇത് മാത്രമേ എനിക്ക് പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാം വേറെ ടേസ്റ്റായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ചേച്ചിനും ഇഷ്ടപ്പെടില്ല, ചേച്ചിനും ഇഷ്ടപ്പെടില്ല, ഐശ്വനും ഇഷ്ടപ്പെടില്ല, അങ്ങനെയൊക്കെയൊക്കെ. പക്ഷേ എന്നാലും ഞങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് എൻ്റെ ഫോണ് ഐശ്വര്യൻ്റെ വീണ് താഴേക്ക് വീണു. ഞങ്ങളതിൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. എന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം നീട്ടും ഗന്ധർവൻ, സ്വപ്നം കാണും ആകാശത്തും. നല്ല ഭംഗിയുണ്ട്. വിളിക്കണതാരാണ് മുഖിനോളം ഞങ്ങൾ ഈ വഴി പോകുന്ന ആൾക്കാരൊക്കെ വായി നോക്കിക്കൊണ്ട് വെക്കേണ്ടിക്കട്ടെ. ഞങ്ങൾ ഗേൾസിനെ ഇങ്ങനെ കാര്യമായിട്ട് നോക്കുന്നു. ഡ്രസ്സിങ് സെൻസും അത് ഇതൊക്കെ പറഞ്ഞാൽ യോന്ത് രസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ എം കെ സിൽക്സില്ലേ പാലക്കാട്, എം കെ സിൽക്സിൻ്റെ അങ്ങോട്ട് പോവാം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ എവിടേക്കും പോകാനൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ ദിവസം ഫ്ലോപ്പായി ഞങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടുന്നില്ല, ഒന്നും കിട്ടില്ല, ഒന്നും നമുക്ക് പറ്റുന്നുമില്ല. അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നു കേട്ടോ. എന്നിട്ട് 3 നാളും കൂടെ ഇറങ്ങിയതുകൊണ്ടാണോ നമ്മളിങ്ങനെ 3 നാൾക്കൊന്നും ഇഷ്ടപ്പെടാത്ത ഇതൊക്കെ കണ്ടിരിക്കുക. ഒരു സാധനങ്ങൾ എടുത്തില്ല. പിന്നെ കാറിൽ ഇങ്ങനെ പെട്രോൾ അടിച്ച് വെറുതെ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ പോവാ പ്ലാൻ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറയുന്നത് എൻ്റെ ഇത് കാണിക്കുക, ഞാൻ ഡ്രൈവ് കാണിക്കുന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾ 2-3 കടയിൽ കയറി. സ്റ്റുഡിയോ താരേക്കാടുള്ള സ്റ്റുഡിയോയിലും പോയി, മിഷൻ സ്കൂളിൽ അടുത്ത സ്റ്റുഡിയോയിലും പോയി. അവിടത്തൊന്നും എനിക്ക് ഇഷ്ടമായില്ല എന്നല്ല ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ ടേസ്റ്റിന് പറ്റിയതൊന്നും കണ്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ ഇനിയിപ്പോൾ എവിടേക്കാണ് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് വിശക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. സമയം ഏതാണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കാണ് പോയത് തന്നെ, ഒരു 12 മണി ആ ഒരു ടൈമിലൊക്കെ ഞങ്ങൾ പോയത്. അപ്പോൾ നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്, ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഞങ്ങൾക്കാണെങ്കിൽ സമയം പോകുന്നില്ല.
എന്തപ്പോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു വഴിയില്ലാതെ ലാസ്റ്റ് വഴി ചേച്ചി പറഞ്ഞ് കോട്ടയുടെ അവിടെ പാലക്കാട് കോട്ടയില്ലേ, കോട്ടയുടെ അവിടെ നമുക്ക് കപ്പയും ബീഫും കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നിലൊരു കടയുണ്ട്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. ആ വിശക്കിൻ്റെ വിളി ഞങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന വരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് കിട്ടി. ഇതിപ്പോൾ കപ്പയും ബീഫും ആയിരുന്നു. അത് കഴിച്ചു. ചിക്കൻ പാസ്തയും ചിക്കൻ കാളനും ഞങ്ങൾ കഴിച്ചു. കുറച്ച് നേരം ഞങ്ങൾ ഹോട്ടലിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ, സീ യു, താങ്ക് യു.